ഇന്ന് മേയ് ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നു. എന്താണ് മെയ് 1-ാം തീയതി മേയ് ദിനം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരിൽ എത്ര പേർക്ക് അത് വിശദീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്നവർക്ക് തന്നെ മേയ് ദിനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അതിനെക്കുറിച്ച് അതൊന്ന് വിശദമാക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ അതറിയുന്നവർ ചുരുക്കം. എന്താണ് മേയ് 1-ാം തീയതിയുടെ പ്രത്യേകത? എന്താണ് അതിനെ മേയ് ദിനം എന്ന് പറയാനുണ്ടായ കാരണം? എന്താണ് അതിനെ സാർവദേശീയ തൊഴിലാളി ദിനം എന്ന് പേരിടാനുണ്ടായ കാരണം? 1886 മെയ് മാസം 4-ാം തീയതി അമേരിക്കയിലെ ചിക്കാഗോ തെരുവീതിയിലൂടെ തൊഴിലാളികൾ മാത്രം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളികൾ നേതൃത്വം കൊടുത്ത തൊഴിലാളികൾ മാത്രം പങ്കെടുത്ത ഒരു പ്രകടനം നടക്കുന്നു. മാന്യമായ വേതനം ലഭിക്കുന്നതിന് വേണ്ടി തൊഴിലിടങ്ങളിൽ മുതലാളിമാർ തൊഴിലാളികളോട് മാന്യമായി പെരുമാറുന്നതിന് വേണ്ടി, മിനിമം വേതനം ലഭിക്കുന്നതിന് വേണ്ടി, ആഴ്ചയിൽ ഒരു ദിവസം അവധി ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ദിവസത്തെ തൊഴിൽ സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുന്നതിന് വേണ്ടി, തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രകടനം അമേരിക്കയിലെ ചിക്കാഗോ തെരുവീതിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. ആ സമരത്തിൽ പങ്കെടുത്തവരെ പിരിഞ്ഞു പോകാൻ ഭരണാധികാരികളുടെ പ്രതിനിധികളായ പോലീസ് ആവശ്യപ്പെടുന്നു. എന്നാൽ തൊഴിലാളികൾ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവിടെ ഉന്തും തള്ളുമായി പോലീസുമായി ചെറിയ നിലയിലുണ്ടായ ഉന്തം തള്ളും ഏറ്റുമുട്ടൽ അത് വലിയ നിലയിലേക്ക് മാറുന്നു. തൊഴിലാളികളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാതെ വരുന്നു. അവിടെ വെടിവെപ്പ് നടക്കുന്നു. തൊഴിലാളികളുടെ രക്തം റോഡിലൂടെ ഒഴുകുന്നു. ഇതൊക്കെയാണ് ചിക്കാഗോയിലെ തൊഴിലാളികളുടെ ചിക്കാഗോ സമരത്തിന്റെ ഓർമ്മകളിൽ ഊളിയിട്ട് വരുന്നത്. 1886 മെയ് മാസം 4-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ തന്നെയും ആ 4-ാം തീയതി മെയ് ദിനം ആഘോഷിക്കാതെ, അല്ലെങ്കിൽ സാർവദേശീയ തൊഴിലാളി ദിനം മെയ് 4-ാം തീയതി ആഘോഷിക്കാതെ, ആ മെയ് 4-ാം തീയതി നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ സ്മരണാർത്ഥം മെയ് 1-ാം തീയതി മെയ് ദിനമായി, സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം മറ്റ് പല രാഷ്ട്രങ്ങളിലും എന്ന പോലെ ഇന്ത്യയിലും അതിന്റെ ഭാഗമായി കേരളത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളി സംഘടനകളുമാണ് മെയ് ദിന റാലിയും സെമിനാറുകളും സമ്മേളനങ്ങളും അതുപോലുള്ള മെയ് ദിന ആഘോഷങ്ങളും നടത്തിയിരുന്നുവെങ്കിൽ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മെയ് ദിനം ആഘോഷിക്കുന്ന നിലയിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ മെയ് ദിനം ആഘോഷിക്കാൻ തുടങ്ങി. എന്നാൽ അത് കാലക്രമേണ ആ മെയ് ദിന സന്ദേശം ആ കൈമാറുന്നതിനുള്ള
ആ മേദിന റാലികൾ നടത്തുന്നതിനുള്ള ആവേശം, മേദിന സമ്മേളനങ്ങൾ സെമിനാറുകൾ നടത്തുന്നതിനുള്ള ആവേശം ഒക്കെ തന്നെ തണുത്ത മട്ടാണ്. അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾ നടത്തിയ ആ സമരം ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട തൊഴിലാളികൾ, പ്രത്യേകിച്ചും IT മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവർ 3-5 വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ 5-3 വർഷം സമരം ചെയ്യില്ല എന്ന്, പണിമുടക്കില്ല എന്ന് ഉറപ്പ് എഴുതി മാനേജ്മെന്റിന് കൊടുത്തതിന് ശേഷമാണ് അവർ ജോലിക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു നിലയിലേക്ക് ഇവിടെ പ്രത്യേകിച്ചും കേരളത്തിലെ IT മേഖലകളിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാവാം മേയ് ദിനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയത്. ഇന്ന് മേയ് ദിനം അപൂർവമായിട്ട് ഓർക്കുന്നുണ്ടാവാം, ചില സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ടാവാം, ചില സ്ഥലങ്ങളിൽ ചെറിയ റാലികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ സന്ദേശം, മേയ് ദിനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എത്ര തൊഴിലാളി സംഘടനകള്, എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് മേയ് ദിനം ആഘോഷിക്കുന്നു, മേയ് ദിന റാലികൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേർ മാത്രം. അമേരിക്കയിലെ ചിക്കാഗോയിലാണ് ഈ വെടിവെപ്പ് നടന്നതെങ്കിൽ അതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സോവിയറ്റ് റഷ്യയും ചൈനയും അടക്കമുള്ള ചെക്കോസ്ലോവാക്യ, ക്യൂബ, കൊറിയ, വിയറ്റ്നാം തുടങ്ങിയ ലോകത്തിലെ 16-17 രാഷ്ട്രങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ കൊടിക്കൂറയിൽ ഭരണ സാരഥ്യം വഹിച്ചത്. അത് സോവിയറ്റ് റഷ്യ അടക്കമുള്ള ചില രാഷ്ട്രങ്ങളെല്ലാം തകർന്ന് പോയിരിക്കുന്നു എന്നുള്ളത് വേറൊരു വസ്തുത. ഇപ്പൊ എവിടേക്കെയോ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും വസ്തുത. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ന് മേയ് ദിനം ആഘോഷിക്കുന്നത് വെറും ഒരു ചടങ്ങായി മാത്രം ചില തൊഴിലാളി സംഘടനകൾ നടത്തുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും അത് ശ്രദ്ധിക്കുന്നതിനോ മേയ് ദിന സന്ദേശങ്ങൾ കൈമാറുന്നതിനോ മേയ് ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സെമിനാറുകളോ സമ്മേളനങ്ങളോ സംഘടിപ്പിക്കുന്നതിനോ തൊഴിലാളികളെ ആവേശഭരിതരാക്കുന്നതിനോ എന്നും ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾക്കോ സമയമില്ല. അവർക്കതിന് മെനക്കെടാൻ താല്പര്യമില്ല എന്ന് പറയുന്നതായിരിക്കും വസ്തുത. ആ നിലയിലേക്ക് ഇവിടുത്തെ തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രം അധപ്പതിച്ചു എന്ന് പറയുന്നതാവാം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മേയ് ദിന സന്ദേശം, മേയ് ദിന പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ആ മേയ് ദിന സന്ദേശം വളരെ ഉയരത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.